ആലപ്പുഴയിൽ കറണ്ട് പോയതിന് KCB ഓഫീസിൽ പോയി ഉദ്യോഗസ്ഥരോട് കയർത്ത് നാട്ടുകാർ. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല KCB ഓഫീസിലാണ് സംഭവ വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, KCB ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധവുമായി നാട്ടുകാർ പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ശരണ്യ, നമുക്കറിയാം ഇപ്പോൾ വ്യാപകമായ രീതിയിലുള്ള പവർ കട്ടാണ് നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയും രാത്രി പൂർണ്ണമായിട്ടും വൈദ്യുതി നിലച്ചു പോകുന്ന പല ഘട്ടങ്ങളുമുണ്ട്. നമുക്കറിയാം വേൾഡ് കപ്പ് സമയത്ത് പോലും വൈദ്യുതി ഇല്ലാതെ പല വീടുകളിലും കളി കാണാൻ പോലും നാട്ടുകാർക്ക് കഴിയാതെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് ഇന്ന് മാന്നാറിലാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി, അത് 2-3 ദിവസങ്ങളിലായിട്ട് പൂർണ്ണമായിട്ടും വൈദ്യുതി ഇല്ലാത്തൊരു ഘട്ടം വരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ പ്രതിഷേധവുമായി KCB ഓഫീസിലെത്തി. അത് സ്വാഭാവികമായിട്ടും KCB ഓഫീസിലോട്ട് ജനങ്ങൾ എത്തുന്നത് ഇത് ആദ്യ നടപടിയല്ല. പക്ഷേ അങ്ങനെ പല KCB ഓഫീസുകളിലും ഇതിനു മുൻപും പ്രതിഷേധവുമായി എത്താറുണ്ട്. പക്ഷേ അങ്ങനെ എത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് കേസെടുത്തിരിക്കുന്നത്. കാര്യം KCB ഓഫീസിലോട്ട് ഇനി പ്രതിഷേധവുമായി ആരും ചെല്ലണ്ട, കറണ്ട് പവർ കട്ട് വന്നു കഴിഞ്ഞാൽ പോലും വീട്ടിലിരുന്നോളുക, KCB ഓഫീസിൽ വിളിക്കുക, പ്രതിഷേധം അറിയിക്കാനായിട്ട് KCB ഓഫീസിൽ ചെല്ലണ്ട എന്നുള്ളതിനൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പോലീസ്. തീർച്ചയായും ഷാജഹാൻ, കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു പ്രതിവിധി ഇല്ല, എല്ലാവരും പ്രാർത്ഥിച്ചുകൊള്ളൂ എന്നതടക്കമുള്ള മറുപടിയായിരുന്നു മന്ത്രിയിൽ നിന്ന് അടക്കം കിട്ടിയത്. അതുകൊണ്ട് ഇനി പ്രതിഷേധവുമായി എവിടെയും പോവേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന ഒരു നിലപാട് KCBയുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവുകയാണല്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥന കൊണ്ട് ഫലം കണ്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പവർ കട്ടായതോടുകൂടി നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം പവർ കട്ട് എന്തെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും പവർ കട്ട് വരുന്നു. അതിനിടയിൽ ടെക്നിക്കൽ കംപ്ലൈന്റ് എന്ന പേരിൽ KCB തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. അങ്ങനെ ഒരു ദിവസം ഏതാണ്ട് 6-7 മണിക്കൂർ വരെ കറണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് KCB ഓഫീസിലേക്ക് എത്തും. ഇനി അങ്ങനെ KCB ഓഫീസിലേക്ക് ആരും പ്രതിഷേധവുമായി എത്തണ്ട, അങ്ങനെ എത്തിയാൽ പോലീസിനെ ഉപയോഗിച്ച് അവർക്കെതിരെ കേസെടുക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്.